അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിഷ് എങ്ങനെ മുളകിടാമെന്നാണ് കാണിക്കണത്. ഞാനൊരു മിക്സിയോ അരക്കല്ലോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ഫിഷ് മുളകിടാമെന്ന്. അതിന് ഞാൻ ഇവിടെ അയലയാണ് മുളകിടാൻ പോകുന്നത്. അതിന് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമ്മൾ കത്തി കൊണ്ട് ചെറുതാക്കി എടുക്കുക. തക്കാളി അതുപോലെ നമുക്ക് നന്നായി ചെറുതാക്കി നുറുക്കിയെടുക്കാം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, കുറച്ച് പുളി, പിന്നെ കുറച്ച് ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഉള്ളി വളരെ കുറച്ച് അരിഞ്ഞെടുക്കുക. കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് കുറച്ച് വലിയ ജീരകം. നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉലുവ അതിലിട്ട് മൂപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ശേഷം നമ്മൾ വലിയ ജീരകം ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ വഴന്നതിന് കുറഞ്ഞൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ നന്നായി അത് ഉടഞ്ഞ് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇത് നല്ല തിക്കായി നല്ല കുഴമ്പ് രൂപത്തിലാകുമ്പോൾ നമ്മൾ അയല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അയലൻ്റെ മേലെ നന്നായി ആ ക്രീമൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഫിഷ് ഉടയാതെ നന്നായി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ നന്നായി അതിൽ വെന്തുടഞ്ഞിട്ടുണ്ടാവും. ഇഞ്ചി മാത്രം കഷ്ണങ്ങളായി ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ഏത് മീൻ മുളകിട്ടാലും വെന്ത ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.